സുനിത വില്യംസിന് എന്താണ് സംഭവിക്കുന്നത്? ആരോഗ്യം അപകടത്തിലാണോ? ബഹിരാകാശ നിലയത്തിൽ വെച്ച് ആഹാരമുണ്ടാക്കുന്ന സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ ഈ ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ചിത്രത്തിൽ വളരെ ക്ഷീണിതയും അവശയും ശരീരഭാരം കുറഞ്ഞ നിലയിലുമാണ് സുനിത വില്യംസ് ഉള്ളത്. ഇതോടെ ഇരുവരുടെയും ആരോഗ്യകാര്യത്തിൽ പല കോണുകളിൽ നിന്നും ആശങ്ക ഉയർന്നു കഴിഞ്ഞു. 8 ദിവസത്തെ യാത്രയ്ക്കായി ബഹിരാകാശത്തേക്ക് പോയ സുനിത വില്യംസ് ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിനുണ്ടായ തകരാറ് മൂലം കഴിഞ്ഞ 150 ദിവസത്തിലധികമായി ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 2025 ഫെബ്രുവരിയിൽ മാത്രമായിരിക്കും അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങി വരാൻ കഴിയുക. അതുകൊണ്ട് തന്നെ സുനിത വില്യംസിന്റെ ആരോഗ്യത്തിനുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ആശങ്കയോടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നിലവിൽ അവരുടെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ ബഹിരാകാശത്ത് വളരെ നാൾ കഴിയേണ്ടി വരുന്നത് മൂലമുണ്ടാകുന്ന സ്വാഭാവിക മാറ്റമാണെന്ന് വിദഗ്ധർ പറയുന്നു. ഒരു ശരാശരി ബഹിരാകാശ സഞ്ചാരിക്ക് ശരീരഭാരം നിലനിർത്താൻ പ്രതിദിനം 3500 മുതൽ 4000 കലോറി വരെയും ആവശ്യമാണ്. ബഹിരാകാശത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനും പ്രത്യേക രീതികളുണ്ട്. ബഹിരാകാശ സഞ്ചാരികൾ ദിവസത്തിൽ 3 തവണയാണ് ആഹാരം കഴിക്കുന്നത്. മൈക്രോഗ്രാവിറ്റിയിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അല്പം സങ്കീർണമാക്കുന്നുണ്ട്. കൂടുതലായും ഫ്രീസ് അല്ലെങ്കിൽ ഡ്രൈഡ് ആഹാരമാണ് ഇവർ കഴിക്കുക. നട്ട്സ്, ഗ്രാനുല ബാറുകൾ, കുക്കികൾ, പൗഡർ രൂപത്തിലാക്കിയ പാനീയങ്ങൾ, മസാലകൾ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. ബഹിരാകാശ സഞ്ചാരികൾക്ക് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ പ്രധാന കാരണം ഗുരുത്വാകർഷണ ബലത്തിന്റെ അഭാവമാണ്. ഇത് അസ്ഥികളുടെയും പേശികളുടെയും നഷ്ടത്തിലേക്ക് നയിക്കുന്നു. കാരണം ഭൂമിയിലെ പോലെ ശരീരഭാരം താങ്ങാൻ അസ്ഥികളുടെയും പേശികളുടെയും ആവശ്യം ഇല്ലാത്തതിനാൽ ഇത് ലഘൂകരിക്കുന്നതിനായി ദിവസം 2 മണിക്കൂർ ബഹിരാകാശത്ത് വ്യായാമം ചെയ്യണം. ഇതുമൂലം ദീർഘകാലം ബഹിരാകാശത്ത് താമസിക്കുന്ന യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശരീരഭാരം കുറയുക, അസ്ഥികളുടെയും പേശികളുടെയും ആരോഗ്യം കുറയുക, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, കാഴ്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വൃക്കയിലെ കല്ലുകൾ എന്നിവയുണ്ടാകാം. ഇത്തരത്തിൽ ബഹിരാകാശ യാത്രികരിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പുരുഷ യാത്രക്കാരെക്കാൾ കൂടുതൽ സ്ത്രീ യാത്രക്കാർക്കാണ് ഉണ്ടാവുക എന്ന് 2023 നടന്ന പഠനത്തിൽ വ്യക്തമായിരുന്നു. സുനിത വില്യംസിന്റെ ആരോഗ്യനില അപകടത്തിലാണെന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകളോട് അവർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. എന്റെ ശരീരം അല്പം മാറിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു, പക്ഷേ എനിക്ക് അതേ ഭാരം തന്നെയുണ്ട്. എനിക്ക് ഭാരം കുറയുന്നു എന്ന തരത്തിലുള്ള ചില കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, സുനിത വില്യംസ് നാസയ്ക്ക് പങ്കിട്ട വീഡിയോ അഭിമുഖത്തിൽ പറയുന്നു. സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് പുറപ്പെടുമ്പോൾ അവർക്ക് 63.5 കിലോ ശരീരഭാരമായിരുന്നു ഉണ്ടായിരുന്നത്. ക്ഷീണിതയാണെങ്കിലും സുനിത സന്തോഷവതിയായാണ് ഇരിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. ബഹിരാകാശത്ത് വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സുനിത വില്യംസ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. അവരുടെ ജന്മദിനവും ആഘോഷിച്ചിരുന്നു. സുനിത വില്യംസിന്റെ ആരോഗ്യത്തിൽ ഉടനെ ഗുരുതര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയില്ലെങ്കിലും ഇത്തരത്തിൽ ക്ഷീണിതയാവുന്നതും കവിളുകൾ ഒട്ടുന്നതും വളരെയധികം ശരീരഭാരം കുറയുമ്പോഴാണെന്ന് ഡോക്ടർമാർ പറയുന്നു. ബുച്ച് വിൽമോറിന്റെയും സുനിത വില്യംസിന്റെയും ആരോഗ്യ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇരുവരുടെയും ആരോഗ്യനില സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട്.